നീ എന്തിനാ ദേവി കോയിൻ തൊടാൻ പോയേ? എല്ലാ ത്രില്ലും കളഞ്ഞു രണ്ടാളും കൂടി. ഒരു പാവ ആത്മാവാണെന്ന് തോന്നുന്നു വന്നത്. ഒന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ല ആരാന്ന്. ആണാണോ പെണ്ണാണോ, എവിടെയാ നാട്, എങ്ങനെയാ മരിച്ചത് ഒക്കെ ചോദിക്കായിരുന്നില്ലേ? എങ്ങനാ രണ്ടാളും കൂടി നശിപ്പിച്ചില്ലേ? അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചോടിയേ? ഗുഡ് സ്പിരിറ്റ് ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇല്ല, പിടിച്ച് കിസ് ചെയ്യും. വന്നതൊരു പൂവാലന്റെ ആത്മാവല്ലേ? 3 പെൺകുട്ടികളെ വിളിച്ചപ്പോ ഓടി വന്നിരിക്കാം. എന്റെ മീനാക്ഷി, കുറച്ചു കാലം കൂടി എനിക്ക് ഈ ഭൂമി ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്. ഇതെന്താ വീടോ അതോ യക്ഷിയമ്പലോ? മീനാക്ഷി, എനിക്ക് പേടിയാവുന്നു. എന്താ ഈ പറയുന്നത്? കാളി ഗായത്രി യക്ഷി അടുത്ത് വരില്ല. ആരോട് ചോദിച്ചിട്ടാ മുറി കയറിയത്? വെറുതെ ഇരിക്കുമ്പോ കളിക്കാനുള്ള ലോജോ ബോർഡ്. സോറി. അപകടം എവിടെ ഇരിക്കുന്നുവോ അവിടെ തല കൊണ്ടില്ലെന്ന പ്രായമാണ്. എനിക്കത് മനസ്സിലാവും. പക്ഷേ അവിടെ കണ്ടതെല്ലാം മറന്നേക്കൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. തമ്പുരാട്ടി, എനിക്കും സിമിക്കും ഒന്ന് പുറത്തു പോണായിരുന്നു. പേടിച്ചു പോയല്ലോ. എന്താ കിതക്കുന്നേ? അവൻ ഞങ്ങളെ കണ്ടു. ആര്? ആ റാസ്കൽ ജിത്തുരാജ്. അവൻ ഞങ്ങളെ കുറെ ഫോളോ ചെയ്തു. ഈ വീട് അവൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഈ സിറ്റി വിട്ട് പോയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഇനി സൂക്ഷിക്കണം. നീ ചാക്കോയെ വിളിക്കേ. ഇതത്ര സീരിയസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പേടിക്കാതിരിക്കേ. ഞാൻ വേണ്ടത് ചെയ്തോളാം. പോരെ? എത്ര നാളായിടെ കണ്ടിട്ട്. എടാ, നീ എന്നെ മറന്നില്ലപ്പോ. നീ മാത്രമായിരുന്നു കോളേജിൽ എന്നെ ബീവിന്ന് വിളിച്ചിരുന്നത്. ഈ വിനോദ് വർഗീസിനെ മതി പഠിത്തൊന്നും പറഞ്ഞ് ഇറങ്ങി പോയിട്ട്. ഇപ്പൊ എന്താ നിന്റെ പരിപാടി? എന്ത് പരിപാടിയടാ? വീട്ടുകാരുടെ സ്വത്തൊക്കെ ഇങ്ങനെ തിന്ന് ഒഴിച്ച് നടക്കുന്നു. അതുകൂടാതെ ചെറിയ ഫൈനാൻസ്, ചില നമ്പർ 2 ബിസിനസ്, പിന്നെ അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെറിയ ലോ ആൻഡ് ഓർഡർ ലംഘനം. പറയടാ, പിന്നെ എന്തുണ്ട് സമാചാരം? അളിയാ, നിന്നെ ഞാൻ കണ്ടത് കറക്റ്റ് ടൈമില്ല. എന്താടാ പ്രോബ്ലം വല്ലതും ഉണ്ടോ?
എന്റെ വുഡ് ബി പഠിക്കുന്ന ഇവിടുത്തെ കോളേജിൽ. അവളുടെ പിന്നാലെ ജിത്തുലാൽ എന്ന പേരിൽ ഒരു കൊച്ചു വായി നോക്കി. അവനെ നമുക്കൊന്ന് കാണണം. ജിത്തുലാലോ? അതാരതാ ഈ കക്ഷി? വാ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടാരം. വാ. ഇതോ? ആ, ഇവരെ താമസിപ്പിക്കാൻ പറ്റിയ ഏറ്റവും സേഫായ സ്ഥലം ഇതാ. പുറത്തുനിന്ന് ഒരാളും ഡോക്ടറെ പിടിച്ചിങ്ങോട്ട് വരില്ല. ഹലോ ഏഞ്ചൽസ്. ഹായ്. വിനോദ്, ഇതാണ് നമ്മുടെ 3 റോസസ്. സിമി മീനാക്ഷി ദേവി. ഒറ്റ തലയും 2 വാലും. ഒരു അപൂർവ സിദ്ധിയാവണേ. ഹലോ. ഹലോ. ചാക്കോ വന്നൊരു ആവശ്യം പറഞ്ഞ എങ്ങനാ പറ്റില്ല എന്ന് പറയാ? ഇന്നു മുതൽ എന്റെ പിള്ളേരുണ്ടാവും ഈ വീടിന് ചുറ്റും. പിന്നെ ഇതിനകത്ത് കിടക്കണമെങ്കിൽ അവർ സമ്മതിക്കണം. അതുപോലെ ആരാ പുതിയ അതിഥി? തമ്പുരാട്ടി, ഇതെന്റെ സുഹൃത്താണ് വിനോദ്. ഇറങ്ങടോ. ഞാൻ അറിയാതെ ആരും ഈ വീട്ടിൽ പ്രവേശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. തമ്പുരാട്ടി, ഇവൻ. എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. തമ്പുരാട്ടി. എന്താടാ ഞാൻ വന്നത് പ്രശ്നമായോ? തമ്പുരാട്ടി ഒരു പ്രത്യേക ടൈപ്പാ. ഇപ്പൊ നമുക്ക് പോവാം. പോയേക്കാം അല്ലേ? പോട്ടെ, പോയിട്ട് വരാം. സോറിടാ. അവരെന്താ തമ്പുരാട്ടി ഭയങ്കര ദേഷ്യത്തിലാണ്. നീ ചെന്നൊന്ന് തണുപ്പിക്കാൻ. ഒന്ന് പോയി നോക്ക്. തമ്പുരാട്ടി, തമ്പുരാട്ടി. മീനു. മീനാക്ഷി. മീനാക്ഷി. മീനാക്ഷി, മീനു, നിനക്ക് എന്താ പറ്റിയത്? അവിടെ പൂച്ചക്കണ്ണുള്ളൊരു പെണ്ണ് എന്നെ തുറച്ചു നോക്കി. പെണ്ണോ? നമ്മളല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലെന്നല്ലേ അവര് പറഞ്ഞത് മീനാക്ഷി? ഇനി ചിലപ്പോ അന്ന് കണ്ട വേലക്കാരന്റെ ഗോസ്റ്റേ ഭാര്യയുമായിട്ട് വന്നതായിരിക്കും. ദേവി, നിനക്കൊക്കെ തമാശ കേട്ടോ. മീനാക്ഷി, ഈ വീട് പ്രേതാലയോ മീനാക്ഷി? എനിക്കിപ്പോ തോന്നുന്നു ആ തമ്പുരാട്ടിയും